വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ DBOD അതായത് ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ വ്യവസ്ഥയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് അത് തുടങ്ങിയത് കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിലാണ് കേട്ടോ. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് MP രാജേഷാണ്. അടുത്ത ചോദ്യം, അർമാൻഡ് ഡുപ്ലന്റിസി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അർമാൻഡ് ഡുപ്ലന്റിസി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വോൾട്ട്. സൗരയൂഥത്തിലെ പൊരിച്ച കോഴിക്കാൽ എന്നറിയപ്പെടുന്നത് അറോക്കോത്താണ്. അറോക്കോത്തിനെ കണ്ടെത്തിയത് ഹബിൾ ടെലസ്കോപ്പാണ്. നെപ്റ്റ്യൂണിനപ്പുറം കുയിപ്പർ ബെൽറ്റിലുള്ള ഒരു വസ്തുവാണ് അറോക്കോത്ത്. ഇതിനെയാണ് സൗരയൂഥത്തിലെ പൊരിച്ച കോഴിക്കാൽ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, 1,00,000 കോടി രൂപയുടെ ബിസിനസ് നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മിസ്ലേനിയസ് നോൺ ബാങ്കിംഗ് കമ്പനി KSFE ആണ്. KSFE ആണ് 1,00,000 കോടി രൂപയുടെ ബിസിനസ് നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മിസ്ലേനിയസ് നോൺ ബാങ്കിംഗ് കമ്പനി. കേരളത്തിൽ 2025 കണ്ടെത്തിയ പുതിയ ഞണ്ടുകൾ. ഒന്ന്, പിലാർട്ട വാമൻ. പിലാർട്ട വാമനെ കണ്ടെത്തിയത് പത്തനംതിട്ട ജില്ലയിലെ ഗവിയിൽ നിന്നാണ്. അതുപോലെ രണ്ടാമത്തെ ഞണ്ടാണ് കാസർഗോഡിയ ഷീബെ. കാസർഗോഡിയ ഷീബയെ കണ്ടെത്തിയത് കാസർഗോഡിലെ റാണിപുരത്ത് നിന്നാണ്. മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്ന മലയാറ്റൂർ സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയത് ഈ സന്തോഷ് കുമാറാണ്. ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 25,000 രൂപയാണ് സമ്മാനത്തുക. പുതുതലമുറയിലെ ശ്രദ്ധേയരായ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് നേടിയത് സലീൻ മാങ്കുഴി. ആനന്ദലീല എന്ന നോവലിനാണ് പ്രൈസ് ലഭിച്ചത് കേട്ടോ. 10,001 രൂപയാണ് സമ്മാനം. 2025 അന്തരിച്ച അപ്പോളോ 8 ദൗത്യത്തിൻ്റെ കമാൻഡർ ജെയിംസ് ലെവൽ. മനുഷ്യരെയും വഹിച്ചുള്ള ആദ്യ ചാന്ദ്ര ദൗത്യമായിരുന്നു അപ്പോളോ 8. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഒഴിവാക്കിയ രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം 334. 2025 334 പാർട്ടികളെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് ഒഴിവാക്കിയത്. കേരളത്തിൽ നിന്ന് 7 പാർട്ടികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, നേതാജി ആദർശ് പാർട്ടി, RSP മാർക്സിസ്റ്റ് പാർട്ടി, RSP ബോൾഷെവിക് പാർട്ടി, സെക്യുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വിജയകരമായ ബാലസാഹിത്യങ്ങളിൽ ഒന്നാണ് ഹോബിറ്റ്. J.R.R. ടോൾക്കീനാണ് 1937 ഹോബിറ്റ് എന്ന ബാലസാഹിത്യം രചിച്ചത്. അടുത്ത ചോദ്യം, ISROയുടെ പുതിയ ബഹിരാകാശ ദൗത്യം ബ്ലൂബേർഡ് 2. ISROയുടെ പുതിയ ബഹിരാകാശ ദൗത്യം ബ്ലൂബേർഡ് 2. സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികളെ സഹായിക്കാനായി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി പഠനമിത്രം പദ്ധതി ആരംഭിച്ചത് ജില്ലാ ശിശുക്ഷേമ സമിതിയാണ്. ഒരു അധ്യയന വർഷത്തേക്കുള്ള മുഴുവൻ പഠനോപകരണങ്ങളും ഇതുവഴി നൽകും. ഓഗസ്റ്റ് 9 പ്രത്യേകത: നാഗസാക്കി ദിനം, ദേശീയ പുസ്തക പ്രേമി ദിനം, രാജ്യാന്തര തദ്ദേശ ജനതാ ദിനം, രക്ഷാബന്ധൻ, വിശ്വ സംസ്കൃത ദിനം, നാളികേര പൗർണമി. അടുത്ത ചോദ്യം, ഗോസ്റ്റ് ഓഫ് ഹിരോഷിമ എന്ന നോവലിനെ ആസ്പദമാക്കി ചലച്ചിത്ര നിർമ്മാണത്തിന് ഒരുങ്ങുന്നത് ജെയിംസ് കാമറൂൺ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തിക്ക് പകരം ഇനി മുതൽ വെള്ളാനിക്കരയായിരിക്കും. മാതൃഭാഷയായ കുമ്മറയ്ക്ക് ആദ്യമായി സൊമ്മ് എന്ന പേരിൽ നിഘണ്ടു തയ്യാറാക്കിയത് കക്കോടി കൊല്ലങ്കണ്ടി VK ബാബുവാണ്. ഇത് ഗോത്രഭാഷയ്ക്കായുള്ള ആദ്യത്തെ നിഘണ്ടുവാണ് കേട്ടോ. അടുത്ത ചോദ്യം, ബ്രസീലിനൊപ്പം ഏറ്റവും ഉയർന്ന തീരുവയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ തീരുവ 50%. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്ന ആരോപണത്തിന്മേലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത്. ദേശീയ കൈത്തറി ദിനമാണ് ഓഗസ്റ്റ് 7. EMS ഒരു രാഷ്ട്രീയ ജീവചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത് PG ആണ്, P ഗോവിന്ദപിള്ള. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത് അദ്ദേഹത്തിൻ്റെ മകനായ MG രാധാകൃഷ്ണനാണ്. മുസഫർ മുഹമ്മദ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പേരിലുള്ള പുരസ്കാരത്തിന് അർഹത നേടിയ ഗ്രന്ഥമാണ് EMS ഒരു രാഷ്ട്രീയ ജീവചരിത്രം. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി വർക്കിംഗ് സ്പേസ് ആരംഭിക്കുന്നത് കൊച്ചിയിലെ ഇൻഫോ പാർക്കിലാണ്. ഇതിൻ്റെ പേര് I എന്നാണ്. ഓട്ടിസം ബാധിച്ചവർക്ക്
ഡിലെക്സിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് സ്പേസ് ആണ് ഇൻഫോ പാർക്കിൽ തുടങ്ങാൻ പോകുന്നത്. സഹകരണ മേഖലയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ മികച്ച മോഡലാണ് രാജ്യത്ത് കേന്ദ്രം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്? ഗുജറാത്തിൻ്റെ. സഹകരണ സംഘങ്ങളുടെ സഹകരണം എന്ന രീതിയിൽ 2023 ഗുജറാത്തിലെ ബനാസ്കന്ത, പഞ്ചമഹൽ എന്നീ ജില്ലകളിൽ പൈലറ്റ് പദ്ധതി കേന്ദ്രം നടപ്പിലാക്കിയത്. 2025 456 കോടി വർഷം പഴക്കമുള്ള ഉൽക്കാശിലയുടെ അവശിഷ്ടം ഭൂമിയിൽ പതിച്ചത് എവിടെയാണ്? ജോർജിയയിൽ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് ചിഹ്നഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. ഗംഗാ നദിയുടെ ഉത്ഭവം മുതൽ പതന സ്ഥാനം വരെ പകർത്തിയ ബഹിരാകാശ സഞ്ചാരിയാണ് ഡോൺ പെറ്റിറ്റ്. എക്സ്പെഡിഷൻ 73 മിഷന്റെ ഭാഗമായാണ് ഗംഗാ നദിയുടെ ചിത്രം പകർത്തിയത്. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ ഗവേഷണ സാങ്കേതിക ഹബ്ബായി തിരഞ്ഞെടുത്തത് പാലക്കാട് ITI ആണ്. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി 2025 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ റാങ്കിംഗ് നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം. കുട്ടികളിൽ ബാധിക്കുന്ന ഏത് ബാക്ടീരിയ രോഗത്തിനുള്ള വാക്സിനാണ് 2025 കണ്ടെത്തിയത്? സ്ട്രെപ്പ് എ. ആഫ്രിക്കയിലെ ഗാംബിയയിലുള്ള സുഗുറ്റ പട്ടണത്തിലുള്ള കുട്ടികളിലാണ് സ്ട്രെപ്പ് എ എന്ന രോഗം കണ്ടെത്തിയത്. സ്ട്രെപ്പ് എ എന്ന രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ്. മൗണ്ടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചത് നേപ്പാൾ. മൗണ്ടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ പുതിയ പദ്ധതി ആവിഷ്കരിച്ചത് നേപ്പാൾ. ക്യാൻസർ നിയന്ത്രണത്തിനായി ക്യാൻസർ മുക്ത ഗ്രാമം എന്ന പദ്ധതി ആവിഷ്കരിച്ചത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം പഞ്ചായത്താണ്. WHO ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. WHOയുടെ ജേണലിൽ ഇക്കാര്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി സുരക്ഷാമിത്രം. സുരക്ഷാമിത്രം പദ്ധതി നടപ്പിലാക്കുന്നത് കേരള വിദ്യാഭ്യാസ വകുപ്പാണ്. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ 25% പിന്നെയും കൂട്ടി 50% വർദ്ധിപ്പിച്ച രാജ്യം ആരാണ്? അമേരിക്കയാണ്. അടുത്ത ചോദ്യം, ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരിയാണ് സാറ ടെണ്ടുൽക്കർ. ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ സാറ ടെണ്ടുൽക്കർ. ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയ ഗ്രാമമാണ് ധരാലി. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയ ഗ്രാമം ധരാലിയാണ്. ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന മധ്യദൂര മിസൈലുകൾ വിന്യസിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സ്വയം പ്രഖ്യാപിത മൊറട്ടോറിയം പിൻവലിച്ച രാജ്യം റഷ്യ. റഷ്യയാണ് ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന മധ്യദൂര മിസൈലുകൾ വിന്യസിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന സ്വയം പ്രഖ്യാപിത മൊറട്ടോറിയം പിൻവലിച്ചത്. തിരഞ്ഞെടുപ്പ് അട്ടിമറി കേസിൽ വീട്ടുതടങ്കലിലായ ബ്രസീലിൻ്റെ മുൻ പ്രസിഡന്റ് ജെയിർ ബൊൾസോനാരോ. ഏത് സംസ്ഥാനത്താണ് ഈയിടെ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടിയത്? മണിപ്പൂര്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടന്നത് ടിയാൻജിൻ. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടന്നത് ടിയാൻജിൽ വെച്ചാണ്, ചൈനയിലെ ടിയാൻജിൻ. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 2 അക്ക സാമ്പത്തിക വളർച്ച നേടിയ ഏക സംസ്ഥാനം തമിഴ്നാടാണ്. മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 11.19% വളർച്ചയാണ് തമിഴ്നാട് കൈവരിച്ചത്. പൊതുജനസമ്പർക്കത്തിന് വ്ളോഗർമാരെ നിയമിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം കേരളം. ദേശീയ ജാവലിൻ ദിനമായി ആചരിച്ചത് ഓഗസ്റ്റ് 7-ന്. നീരജ് ചോപ്രയുടെ 2020 ടോക്കിയോ ഒളിമ്പിക് സ്വർണ്ണ നേട്ടത്തിൻ്റെ സ്മരണയ്ക്കായാണ് ഓഗസ്റ്റ് 7-ന് ജാവലിൻ ദിനമായിട്ട് ആചരിച്ചത്. പുതിയ കേന്ദ്ര കായിക ബില്ലിൽ വരുത്തിയ ഭേദഗതി പ്രകാരം വിവരാവകാശ നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് BCCI ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെയാണ് പുതിയ കേന്ദ്ര കായിക ബില്ലിൽ വരുത്തിയ ഭേദഗതി പ്രകാരം വിവരാവകാശ നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കിയത്. നിപ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള സസ്യ തന്മാത്രകളെ തിരിച്ചറിഞ്ഞത് പാലക്കാട് IITയിലെ ഗവേഷകരായ ഡോക്ടർ ഗിരിധരൻ ലോകനാഥൻ, മലർവിഴി, പ്രൊഫസർ ജഗദീഷ് ബൈരി എന്നിവരാണ്.
ഇരവിക്കുളം ദേശീയോദ്യാനത്തിലുള്ള വരയാടുകളുടെ എണ്ണം 2668 പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരമാണ് ഡൽഹി നിയമസഭ. പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലഭിച്ചത് അഡമോള എ അഡൻലെക്കാണ്. അഡമോള എ അഡൻലെ. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിൻ്റെ റാങ്ക് 19. ഒന്നാം സ്ഥാനത്ത് ഡൽഹിയാണ്. വേൾഡ് എയർ ട്രാൻസ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് 2024 കണക്കുകൾ അനുസരിച്ച് ആഗോള വ്യോമയാന വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം 5. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അംഗനവാടി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ്.